നമുക്ക് ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. हम एक समय अपनी आंखों को बंद करेंगे और हम प्रार्थना करेंगे. കർത്താവെ സ്തോത്രം, ഹല്ലേലൂയ. കർത്താവെ, ഇന്ത്യയിലെ ഇപ്പോൾ പകൽക്കാലമായിരിക്കുന്നു കർത്താവെ. നിന്റെ മക്കൾ അവിടുത്തെ തിരുസന്നിധിയിൽ കർത്താവെ, ദൈവത്തിന്റെ വചനം കർത്താവെ അവിടുത്തെ ആരാധിക്കുവാൻ, സ്തുതിക്കുവാൻ, സ്തോത്രം ചെയ്യുവാൻ, പ്രാർത്ഥിക്കുവാനായി കടന്നു വന്നിരിക്കുന്നു. സ്തോത്രം കർത്താവെ. ഈ പകൽക്കാലം കർത്താവെ, ദൈവിക മഹത്വം കർത്താവെ നിന്റെ ദാസന്മാരുടെ മേൽ, നിന്റെ മക്കളുടെ മേൽ വെളിപ്പെടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവിടുന്ന് സൗഖ്യമാക്കുന്ന ദൈവമാണ്, അവിടുന്ന് വിടുതൽ കൽപ്പിക്കുന്ന ദൈവമാണ്, അവിടുന്ന് സമാധാനത്തെ കൽപ്പിക്കുന്ന ദൈവമാണ്. അവിടുന്ന് ഞങ്ങളുടെ കരം പിടിച്ചിരിക്കാനും സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ദൈവത്തിന്റെ ദാസനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഹല്ലേലൂയ, സ്തോത്രം. അവിടുന്ന് കൂടെയിരിക്കണം. ദൈവമേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, അടിയനോടും കൂടെ ഇരിക്കുമാറാണ്. ശുശ്രൂഷിക്കാനുള്ള കൃപാധികമായി പകരണം. അവിടുന്ന് സഹായിക്കുക, അനുഗ്രഹിക്കുകയും യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. Praise the Lord. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഏവർക്കും ഒരിക്കൽ കൂടി സ്നേഹവന്ദനം. और प्रभु यीशु मसीह के नाम में आप सबको फिर से प्रेम नमस्कार. ആമേൻ, ഹല്ലേലൂയ. ദൈവത്തിന്റെ സന്നിധിയിൽ ചെലവഴിക്കുന്ന ഓരോ സമയവും എത്രയും അനുഗ്രഹീതമാണെന്ന് ദൈവത്തിന്റെ വചനം പറയും. प्रभु की उपस्थिति में बैठना, उसमें समय बिताना कितना ही आनंद की बात है. परमेश्वर का वचन हमें सिखाता है. ആമേൻ. അവന്റെ നാമം വിളിക്കപ്പെടുവാൻ യോഗ്യരാക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. और उसके नाम को योग्य दिलाने के लिए हम सब एक एक जन व्यक्तित्व बुलाए गए. സകലത്തിന്റെയും നാഥനായ ദൈവത്തിന്റെ മഹത്വത്തെ ലോകം മുഴുവനും അറിയിക്കുവാൻ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട ശ്രേഷ്ഠ ജനമാണ് നാം ഓരോരുത്തരും. और परमेश्वर के द्वारा चुने हुए बहुत ही प्रिय और बहुत ही श्रेष्ठ और कीमती एक लोग हम सब लोग हैं. ഇത് ദൈവം നമുക്ക് കൽപ്പിച്ചു നൽകിയിരിക്കുന്ന ഒരു ശ്രേഷ്ഠ പദവിയാണ്. और ये प्रभु ने दिया हुआ हमें एक श्रेष्ठ पद है. ആമേൻ. നമുക്ക് ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് സങ്കീർത്തനം 9-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം, भजन संहिता, आज के मनन के लिए भजन संहिता 9 अध्याय उसका 10 वाक्यों को हम पढ़ेंगे. तेरे नाम के जानने वाले तुझ पर भरोसा रखेंगे, क्योंकि हे यहोवा तूने अपने खोजियों को त्याग नहीं दिया. നിന്റെ നാമത്തെ അറിയുന്നവർ നിന്നിൽ ആശ്രയിക്കും. യഹോവേ, നീ അന്വേഷിക്കുന്നവരെ നീ ഉപേക്ഷിക്കുന്നില്ലല്ലോ. ഹല്ലേലൂയ. ഇത് ദൈവത്തിന്റെ, സർവശക്തനായ ദൈവത്തിന്റെ ഒരു വാഗ്ദത്ത വചനമാണ്. നമ്മളോടുള്ള ദൈവത്തിന്റെ വാഗ്ദത്ത വചനമാണ് ഈ വാക്യം എന്ന് പറയുന്നത്. और ये परमेश्वर के द्वारा मिला हुआ एक वचन है, एक वायदे का वचन है जो हमको आज मिला है. അവനെ അന്വേഷിച്ചവരാരും കണ്ടെത്താതിരുന്നിട്ടില്ല. और जिन्होंने उसको खोजा है, ऐसा नहीं हुआ कि उनको नहीं मिला. അല്ലെ, അവനെ പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിച്ചവരാരും ലജ്ജിച്ചു പോയിട്ടില്ല. जिन लोगों ने उसको खोजा है, उन लोगों ने कभी भी अपने जीवन के अंदर लज्जा को नहीं पाया. ആമേൻ, ഹല്ലേലൂയ. അത്രയ്ക്കും ഒരു വിശ്വസ്തതയുള്ള ദൈവമാണ് നമ്മുടെ സർവശക്തനായ ദൈവം. तो इतना विश्वास योग्य परमेश्वर है हमारा परमेश्वर. അവൻ എന്നേക്കും അനന്യനായ ദൈവമാണ്. और वो हमेशा हमेशा का परमेश्वर है. അവൻ ജീവിക്കുന്ന ദൈവമാണ്. അസാധ്യമായത് യാതൊന്നുമില്ല. और वो जीवन वाला परमेश्वर है. उसके लिए कोई भी काम कठिन नहीं है. ആമേൻ. അതുകൊണ്ടാണ് ഇവിടെ സങ്കീർത്തനകാരൻ ഒരു കാര്യം പറയുന്നുണ്ട്: നിന്റെ നാമത്തെ അറിയുന്നവർ നിന്നിൽ ആശ്രയിക്കും. और यहाँ पर क्या लिखा है? तेरे नाम को जानने वाले तुझ पर भरोसा रखेंगे. അപ്പൊ ദൈവത്തിന്റെ നാമത്തെ അറിയുവാൻ ഞാൻ ഉത്സാഹിക്കണം. और मैं और आप परमेश्वर के नाम को लेने के लिए उत्साह रखना है. ദൈവത്തിന്റെ വചനം പറയുന്നു, അവനെ അറിയുവാൻ ഉത്സാഹിക്കുക. उसको जानने के लिए उत्साह होना परमेश्वर का वचन कहता है. അപ്പൊ നമ്മൾ ഓരോരുത്തരും ദൈവത്തെ അറിയുവാൻ ഉത്സാഹിക്കുന്നവരായിരിക്കണം. और हम एक एक जन परमेश्वर में जानने के लिए उत्साह होना चाहिए. അവന്റെ നാമത്തെ, ഹല്ലേലൂയ,
പരിശുദ്ധമായ പരിപാവനമായ ശക്തിയേറിയ ഈ ഭൂമി മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ഒരു നാമമാണ് കർത്താവായ യേശുവിന്റെ നാമം എന്ന് പറയുന്നത്. और देखिए सर्वशक्तिमान नाम, सर्वज्ञानी नाम, ये नाम जो पृथ्वी में पूरा भरा हुआ है वो एक ही नाम है, वो यीशु मसीह का नाम है। പലപ്പോഴും നമുക്ക് നമ്മുടെ ദൈവത്തെ അറിയാത്തത് കൊണ്ടാണ് ഇന്ന് ആത്മീയ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ക്ഷീണം സംഭവിച്ചു പോകുന്നത്. वो हमारे जीवन के अंदर कई बार थकान इस कारण से आती क्योंकि हम उस नाम को जान नहीं पाते। അല്ലെ, ഞാൻ എപ്പോഴും ചില പറയുന്നത് പോലെ ഇപ്പോൾ ഒരു ആവശ്യം നമ്മുടെ മുൻപിൽ, ഒരു ഗവൺമെന്റ് ഓഫീസില് ഒരു ആവശ്യം നമ്മുടെ മുമ്പിൽ വരികയാണ്. और एक सरकारी दफ्तर के सामने हमारे कोई आवश्यकता आती है तो നമുക്കറിയാം ഇന്ന വ്യക്തിയുടെ അടുക്കൽ ചെന്നാൽ, ഒന്ന് എക്സാമ്പിൾ ആയിട്ട് അയാൾ ഒരു തഹസിൽദാറോ എന്തെങ്കിലും ആയിക്കോട്ടെ, ഒരു ഉന്നത ഉദ്യോഗസ്ഥനാ, ആ ഉദ്യോഗസ്ഥന്റെ അടുക്കൽ കടന്നു ചെന്നാൽ എനിക്ക് സഹായം ലഭിക്കുമെന്ന് നമുക്കറിയാം. और हमको पता है कि उस व्यक्ति के सामने हम जाएंगे और हमें सहायता मिलेगा। हो सकता है कोई उद्योगपति हो सकता है कोई तहसीलदार हो। നമുക്ക് അയാളെ പരിചയമുണ്ടെന്ന് വിചാരിക്കുക. हम विचार करते हैं उसके साथ हमारा परिचय है അയാളെ കുറിച്ച് നന്നായിട്ട് എനിക്കറിയാം, और उस व्यक्ति के बारे में मुझे सब कुछ अच्छे से पता है। അതുകൊണ്ട് എനിക്കറിയാം ഞാൻ അയാളുടെ അടുക്കൽ ചെന്നാൽ എനിക്ക് കാര്യം സാധിക്കുമെന്ന് എനിക്കറിയാം. और ये बात भी मुझे पता है कि अगर वो मेरे परिचित व्यक्ति है उसके पास मैं जाऊंगा तो मेरा काम जरूर ചിലപ്പോൾ होगा ഇയാൾ करके मुझे पता है। ചിലപ്പോൾ നമ്മുടെ തൊട്ടടുത്ത് താമസിക്കുന്ന ഒരു വ്യക്തിയാകും. हो सकता है हमारे पास में, हमारे आजू बाजू में रहने वाला व्यक्ति होगा। അയാൾ ഒരു വലിയ ഉദ്യോഗസ്ഥനാണെന്നും അയാൾക്ക് സ്വാധീനമുണ്ടെന്നും അധികാരമുണ്ടെന്നും എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ അവന്റെ അടുക്കൽ ചെല്ലും. और मेरे जो बाजू में रहने वाला व्यक्ति के पास अधिकार है, एक उद्योगपति है, उसके पास सामर्थ्य है, अधिकार है, ये सब जानते हुए ही मैं उस व्यक्ति के पास जाऊंगा। പക്ഷെ ഒന്ന് ചിന്തിച്ചു നോക്കിയാ, എനിക്ക് ഈ മനുഷ്യനെ അറിയത്തില്ല. अगर विचार करके देखिए मेरे को ये व्यक्ति के बारे में नहीं पता, എന്റെ അടുത്തൊക്കെ താമസിക്കുന്നത്, मेरे बाजू में रहता है, ഞാൻ രാവിലെയും വൈകിട്ടും ഒക്കെ ഈ മനുഷ്യനെ കാണാറുണ്ട്. और सुबह और शाम को मैं इस व्यक्ति को देखता हूँ, ഈ മനുഷ്യനോട് ഞാൻ സംസാരിക്കാറുണ്ട്, और इस मनुष्य से मैं बातचीत करता हूँ, വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാറുണ്ട്, विशेष उनका हाल चाल लेता हूँ मैं। പക്ഷെ ഇയാളുടെ അധികാരമോ പദവിയോ ഇയാളെ കുറിച്ചോ യാതൊന്നും എനിക്ക് അറിയത്തില്ല. और इस व्यक्ति का अधिकार, इस व्यक्ति का काम, मुझे इस बारे में ज्यादा जानकारी नहीं है। അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, ഞാൻ എന്റെ വിഷയത്തെ ഞാൻ ഇയാളോട് പറയത്തില്ല. और इस कारण क्या होगा, मैं अपने विषय को इस व्यक्ति के सामने नहीं बोलूंगा। അതുകൊണ്ട് എന്താണ്, ഇയാൾക്ക് ചിലപ്പോൾ എന്റെ പ്രശ്നത്തിൽ ഇടപെടാനും ചിലപ്പോൾ സാധിച്ചെന്ന് വരത്തില്ല. और हो सकता है इस कारण से क्या होगा, वो व्यक्ति को मेरे विषय के ऊपर वो काम नहीं कर सकता। അപ്പൊ മാനുഷികമായി പറഞ്ഞാൽ എനിക്ക് ആ വ്യക്തി അറിഞ്ഞെങ്കിൽ മാത്രമേ എനിക്ക് ആ മനുഷ്യനെ എനിക്ക് അപ്രോച്ച് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. देखिए मानसिक चिंता में देखा जाए तो ये व्यक्ति को, जब तक ये व्यक्ति अपने विषय को ना बताए तब तक उसके ऊपर काम नहीं किया जा सकता। അറിയത്തില്ലെങ്കിൽ ഞാൻ അജ്ഞതയിലായി പോകും. अगर नहीं पता तो मुझे नहीं पता है। ഇതുപോലെ അല്ലെങ്കിൽ ഇതിലും ഉപരിയാണ് യഹോവയുടെ നാമത്തെ അറിയുക എന്ന് പറഞ്ഞാൽ. और इन सभी के ऊपर है यहोवा नाम को जानना। യഹോവയുടെ നാമം എനിക്ക് എന്താണെന്ന് ഞാൻ അറിഞ്ഞിരിക്കണം. और यहोवा का नाम क्या है मुझे जानना ही है। ആമേൻ. സദൃശ്യവാക്യങ്ങളിൽ ഒരു വാക്യമുണ്ട്, യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം. പ്രോവർബ്സ് नीति वचन में लिखा है परमेश्वर का नाम बलवान नाम है। ബലമുള്ള ഗോപുരം, बलवान नाम है। ആർക്കും തകർക്കാൻ പറ്റാത്ത ബലമുള്ള ഒരു കോട്ടയാണ് യഹോവയുടെ നാമം എന്ന് പറയുന്നത്. और परमेश्वर का नाम एक शक्तिशाली नाम है जो कि अटल है। നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് രക്ഷ പ്രാപിക്കും. और जो हालेलुया जो
जो वह मानता है वो आराम से उसके सम्मुख में विश्राम को पाता है। അപ്പോൾ നീതിമാൻ അറിഞ്ഞിരിക്കണം, യഹോവയുടെ നാമം എനിക്ക് ബലമുള്ള കോട്ടയാണ്. और एक व्यक्ति को समझना है कि ये नाम हमारे लिए बल देने वाला एक जगह है, स्थान है। എങ്കിൽ മാത്രമേ എനിക്ക് കഷ്ടതയുടെ സമയത്ത് ഓടിച്ചെന്ന് രക്ഷ പ്രാപിക്കാൻ സാധിക്കുകയുള്ളൂ. तभी तो कष्ट के समय में मैं अपने दौड़कर उस जगह में जाकर रक्षा को प्राप्त करूंगा। ആമേൻ. പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? യഹോവയെ അറിയുവാൻ നാം ഉത്സാഹിക്കണം. और इसलिए मेरे प्रिय हमें क्या करना चाहिए? यहोवा के नाम को जानने के लिए उत्साहित होना चाहिए। പ്രിയമുള്ളവരെ, എങ്കിൽ മാത്രമേ എനിക്ക് ആശ്രയിക്കാൻ പറ്റത്തുള്ളൂ. तभी तो मैं उस पर आश्रय करूंगा। അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഞാൻ അകന്നു നിൽക്കും. उससे मैं क्या करूंगा? नहीं तो दूर रहूंगा। ഞാൻ ചിലപ്പോ കാണുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, ഇടപഴകുന്നുണ്ട്, പക്ഷെ ആശ്രയിക്കാൻ എനിക്ക് പറ്റത്തില്ല. मैं शायद जानता हूँगा, परिचय होगा, सब होगा, लेकिन आश्रय नहीं कर पाऊंगा। ആശ്രയിക്കണമെങ്കിൽ എന്റെ ദൈവം ആരാണെന്ന് ഞാൻ അറിഞ്ഞിരിക്കണം. और अगर मुझे आश्रय करना है तो कौन है मेरा परमेश्वर, ये जानना हमारे लिए जरूरी है। അതുകൊണ്ടാണ് സങ്കീർത്തനകാരൻ പറയുന്നത്, നിന്റെ നാമത്തിൽ അറിയുന്നവർ നിന്നിൽ ആശ്രയിക്കും. और इसलिए भजन संहिता में लिखा है, हालेलुया, जो तेरे नाम को जानते हैं वो तुझ पर आश्रय करेंगे। ആമേൻ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ, നിന്റെ നാമം ഞങ്ങളുടെ ഉള്ളത്തിൽ വെളിപ്പെടണമേ. और इसलिए हम प्रार्थना करें कि प्रभु तेरा नाम मेरे जीवन के अंदर प्रकट होने पाए। എന്താ ഈ നാമത്തെ അറിയുക എന്ന് പറഞ്ഞാല്? और नाम को जानना का मतलब क्या है? ആമേൻ. ഈ നാമത്തെ പരിശുദ്ധാത്മാവാണ് നമുക്ക് വെളിപ്പെടുത്തി തരേണ്ടത്. और ये नाम को पवित्र आत्मा हमारे जीवन के अंदर प्रकट करना चाहिए। പരിശുദ്ധാത്മാവിനാലാണ് യേശു എന്ന നാമത്തിന്റെ ആഴം നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. और पवित्र आत्मा के द्वारा ही यीशु नाम की जो गहराई है वो हमें पता चलती है। പരിശുദ്ധാത്മാവ് നമുക്ക് യേശുവിന്റെ നാമത്തെ വെളിപ്പെടുത്തി തരുന്നില്ല എങ്കിൽ അത് ചിലപ്പോൾ നമുക്ക് വെറുമൊരു അറിവായി മാറും. अगर पवित्र आत्मा हमारे जीवन के अंदर यीशु मसीह के नाम को प्रकट नहीं कर रहा तो ये केवल एक जानकारी जैसा हो जाएगा। പ്രിയമുള്ളവരെ, അപ്പസ്തോല പ്രവൃത്തികളില് മുഴുവനും നാം കാണുന്നത് എന്താണെന്ന് അറിയാമോ? प्रेरितों के काम के अंदर हम क्या देखते हैं? മുഴുവൻ അത്ഭുതങ്ങളാ, पूरा अद्भुत काम है, അടയാളങ്ങളാ. और चमत्कार है। എന്തുകൊണ്ട് അതങ്ങനെ നടന്നു? ये क्यों वहां पे हुआ? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് യേശു എന്ന നാമത്തെ അവരുടെ ഉള്ളങ്ങളിലേക്ക് വെളിപ്പെടുത്തി. और पवित्र आत्मा ने यीशु मसीह के नाम को सभी जीवनों के अंदर, सभी लोगों के अंदर प्रकट करके दिया। പ്രിയമുള്ളവരെ, അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കണം, കർത്താവേ, മുമ്പിലത്തത് പോലെയല്ല, നിന്റെ ആത്മാവിനാൽ എന്റെ ഉള്ളത്തിൽ നിന്റെ നാമത്തെ വെളിപ്പെടുത്തണമേ. और आप लोग प्रार्थना करना है कि प्रभु मेरे बाहर ही नहीं लेकिन मेरे जीवन के अंदर तेरे नाम को प्रकट करके दीजिए। പ്രൈസ് ദി ലോർഡ്. हालेलुया। അപ്പൊ നമുക്ക് ഈ ഉൽപ്പത്തി പുസ്തകം തൊട്ട് വെളിപ്പാട് പുസ്തകം വരെ നിറഞ്ഞു നിൽക്കുന്ന ഒരു അനുഭവമാണ് യേശു എന്ന നാമം, രക്ഷാനാമം. उत्पत्ति की किताब से और प्रकाशित वाक्य तक हम देखते हैं यीशु का नाम है। നമുക്ക് ഉൽപ്പത്തി പുസ്തകം 1-ാം വാക്യം ഒന്ന് വായിക്കാം. 1:1. उत्पत्ति किताब 1 अध्याय का 1 वाक्य को हम जरा पढ़ेंगे। आदि में परमेश्वर ने आकाश और पृथ्वी की सृष्टि की। ആദ്യം എന്താണ്? ദൈവം ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചു. ഇവിടെ ദൈവത്തെ ഏലോഹിം എന്നാണ് വിളിച്ചിരിക്കുന്നത്. ദൈവത്തിന്റെ നാമം എന്ന് പറയുന്നത് ഏലോഹിം എന്ന് വിളിച്ചിരിക്കുന്നു. और यहाँ पे जो नाम है, जो परमेश्वर का नाम लिया गया है, उसको सही भाषा में एलोहिम लिखा गया है। എന്നുവെച്ചാൽ സർവത്തിലും ഉന്നതനായവൻ, और सब में श्रेष्ठ नाम। അവൻ സകലത്തിനും സകലത്തെയും സൃഷ്ടിക്കുവാനും സകലത്തെ ഉണ്ടാക്കുവാനും സകലത്തെയും ജീവിപ്പിക്കുവാനും കഴിവുള്ളവൻ. और सब चीजों को बनाने में, सब चीजों को सृष्टि करने में और सब चीजों का हालेलुया ऊपर अधिकार रखने में नाम है ये नाम।
അതിനെ നമുക്ക് ഏലോഹിം എന്ന് വിളിക്കുന്നു, അല്ലെങ്കിൽ യഹോവ ഏലിയോൻ എന്ന് നമ്മൾ വിളിക്കുന്നു. और एलोहिम बुलाते हैं, नहीं तो एलियोन करके बुलाते हैं. അപ്പൊ ഹെബ്രായൻ ബൈബിള് വായിക്കുമ്പോൾ നമ്മളിപ്പോൾ ദൈവം അല്ലെങ്കിൽ പരമേശ്വർ എന്ന് നമ്മൾ പറയുന്നു. ഹെബ്രായൻ ബൈബിള് വായിക്കുമ്പോൾ അവൻ അറിയാം ദൈവം എന്ന് പറയുന്നത് സുപ്രീമാണ്, സകലത്തിലും ഉന്നതനാണ്. और देखिए, हम जब इब्री किताब को या बाइबल को हम पढ़ते हैं, उस भाषा में हम पढ़ते हैं, वहां पर इस शब्द का जो एलोहिम नाम को दिया गया है, जिसका मतलब ही समझ में आता है कि सब में श्रेष्ठ या सबसे ऊंचा है, सुप्रीम है करके हम देखता है. ആമേൻ. അപ്പൊ നമ്മൾ ചിന്തിച്ചോണം, ദൈവത്തെ കുറിച്ച് ജാഗരിക്കുമ്പോൾ ചിന്തിച്ചോണം, അവൻ സർവത്തിനും ഉന്നതനായ ദൈവമാണ്. और हमें जानना है, जानकारी रखना है कि ये सब में ऊंचा नाम है. അതുകൊണ്ടാണ് യേശുവിനെ കുറിച്ച് നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നത് അവൻ ആദ്യനും അന്ത്യനുമാണ്. इसलिए प्रकाशित वाक्य में हम देखते हैं वो आदि और अंत है. അവൻ ആരംഭവും അവസാനവുമാണ്. वो आरंभ और आखिरी है. അവൻ ആൽഫ ആൻഡ് ഒമേഗയാണ്. वो अल्फा और ओमेगा है. അവൻ നമ്മൾ ഓരോരുത്തരും യേശുവിൽ ആരംഭം കുറിച്ചവരാണ്. और हम एक एक जन यीशु मसीह में आरंभ को प्रारंभ किए लोग हैं. ഇനി നമ്മൾ യേശുവിൽ തന്നെ ആയിരിക്കും. നമ്മുടെ ഒമേഗയും അവൻ തന്നെ ആയിരിക്കണം. और हमारा ओमेगा भी वही होने वाला है. ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അപ്പോൾ യഹോവ അല്ലെങ്കിൽ യഹോവയ്ക്ക് ഇതുപോലെ, യഹോവയായ ദൈവത്തിന് ഇതുപോലെ അനേക ശ്രേഷ്ഠ പര്യായങ്ങൾ, നാമങ്ങളുണ്ട്. और देखिए, ऐसे ही कई सारे नाम है, जो श्रेष्ठ नाम है, वो हमें मिलते हैं. അത് നമുക്ക് ഈ വിശ്വാസ വീരന്മാരുടെ ജീവിതം എടുത്തു നോക്കുമ്പോൾ അവർ ഓരോ സമയത്തും ദൈവത്തെ അനുഭവിച്ചറിഞ്ഞതിന് അനുസരിച്ചാണ് അവർ ദൈവത്തെ വിളിച്ചത്, ദൈവത്തെ പേർ ചൊല്ലി വിളിച്ചത്. और देखिए, एक एक हम जब यहाँ पर विश्वास के नेताओं के विषय में हम देखते हैं, तब क्या होता है, उन लोग ने अपने जीवन के अंदर अनुभव करने के अनुसार उन लोग ने परमेश्वर के विभिन्न नामों को लेकर पुकारा है. ആമേൻ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഹല്ലേലൂയ. ഗ്ലോറി ടു ജീസസ്. ആമേൻ. നമുക്ക് അബ്രഹാമിൽ ആദ്യമായിട്ട് ആരാണ് യഹോവയുടെ നാമത്തിൽ ആരാധിച്ചതെന്ന് നമുക്ക് നോക്കാം. യഹോവയുടെ നാമത്തിൽ ആരാധിച്ചത് പുറപ്പാട് ഉൽപ്പത്തി പുസ്തകം 12:7 ഒന്ന് വായിച്ചാട്ടെ. हम देखने जा रहे हैं कि हालेलुया, अब्राहम ने जो किस प्रकार से परमेश्वर को नाम लेकर बुलाया है, उसको हम पढ़ेंगे. उत्पत्ति की किताब 12:7 वाक्य. तभी यहोवा ने अब्राहम को दर्शन देकर कहा, यह देश में तेरे वंश को दूंगा. और उसने वहां यहोवा के लिए, जिसने उसे दर्शन दिया था, एक वेदी बनाई. 8 കൂടെ വായിച്ചു. फिर वहां से आगे बढ़कर वह उस पहाड़ पर गया जो बेतेल के पूर्व की ओर है, और अपना तंबू उस स्थान में खड़ा किया जैसे पश्चिम की ओर. तो बेतेल पश्चिम की ओर, तो बेतेल और पूर्व की ओर है. वहां भी उसने यहोवा के लिए एक वेदी बनाई, यहोवा से प्रार्थना की. ആമേൻ. ഇത് നമ്മളൊരു ചെറിയ കാര്യമായിട്ട് നമ്മൾ എടുക്കരുത്. हम इसको कोई छोटा बात को लेकर हम नहीं लेना है. അബ്രഹാം തന്റെ പിതാക്കന്മാര് അന്യദേവങ്ങളെ ആരാധിച്ചു കൊണ്ടിരുന്ന കാലത്തില്, और देखिए है, अब्राहम अपने जीवन के अंदर उस समय परमेश्वर की आराधना करते समय में, വിഗ്രഹങ്ങളെ ആരാധിച്ചു കൊണ്ടിരുന്ന സമയത്ത്, और मूर्तियों को आराधना करते हुए समय में ദൈവ ശബ്ദം കേട്ടു. परमेश्वर के शब्द को सुना. നീ അവിടെ നിന്ന് ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് കടന്നു പോവുക എന്നുള്ള ദൈവശബ്ദം കേട്ടു. और इसने परमेश्वर के शब्द को सुना कि मैं जिस देश में भेजना चाहता हूँ, तुझे जाना है. എന്നിട്ട് ദൈവം അവന് ഒരു വാഗ്ദത്തം കൊടുത്തു, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും. और परमेश्वर ने एक वायदा किया, मैं तेरे को एक बड़ी जाति बनाऊंगा. ഞാൻ നിന്നെ അനുഗ്രഹിക്കും. मैं तुझे आशीष दूंगा. ഞാൻ നിന്റെ തലമുറകളെ അനുഗ്രഹിക്കും. तेरे वंशों को अनुग्रह दूंगा. പ്രിയമുള്ളവരെ, ഈ ഒറ്റ കാര്യമേ അബ്രഹാം കേട്ടുള്ളൂ. और एक ही बात अब्राहम ने सुना. ദൈവത്തിന്റെ ശബ്ദം അവന്റെ ഹൃദയത്തിലേക്ക് വീണു. और परमेश्वर का शब्द उसके हृदय के अंदर गिरा. ആ വീണ വചനമുണ്ടല്ലോ, അത്
കെട്ടുപോയില്ല, അത് നശിച്ചു പോയില്ല. और जो गिरा हुआ उसके जीवन के अंदर में जो गिरा हुआ वचन है वो नष्ट नहीं हुआ। അവന്റെ ഉള്ളത്തിൽ ആ വചനം കിടന്ന് അതൊരു വൻ വിശ്വാസ വൃക്ഷമായി മാറി. और ये वचन उसके जीवन के अंदर गिरकर एक बहुत ही घना विश्वास का एक पेड़ बन गया। ഒരിക്കൽ പോലും അവൻ വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. वो कभी भी विश्वास में थका नहीं। എന്തുകൊണ്ടാണെന്നറിയാവോ? ആ വചനം ദൈവത്താൽ ലഭിച്ചു. और क्यों है मेरे प्रिय लोगों? क्योंकि ये वचन परमेश्वर की ओर से मिला है। പ്രിയമുള്ളവരെ, നമ്മൾ എന്തുകൊണ്ട് പലപ്പോഴും ക്ഷീണിച്ചു പോകുന്നു? क्योंकि हम क्यों हम कई बार अपने जीवन के अंदर थक जाते हैं। പലപ്പോഴും നമ്മൾ അറിയാതെ നിരാശ ജീവിതത്തിൽ കടന്നു വരുന്നു. और कई बार हम अनजाने में निराशा जैसी स्थिति में आ जाते हैं। ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വചനത്താൽ നമ്മുടെ ഉള്ളത്തില് വെളിപ്പെടണം. और देखिए, परमेश्वर वचन के प्रकाशन के द्वारा हमारे जीवन के अंदर प्रकाशित होना चाहिए। അബ്രഹാമിനോട് ആരും പറഞ്ഞു കൊടുത്തില്ല, നീ ഒരു യാഗപീഠം ഉണ്ടാക്കണം, നീ യഹോവയുടെ നാമത്തിൽ ആരാധിക്കണമെന്ന് ആരും പറഞ്ഞു കൊടുത്തതായിട്ട് ദൈവവചനം പറയുന്നില്ല. और कोई भी नहीं बोलता कि परमेश्वर के लिए उसको बोला गया कि तू वेदी बनाना, प्रार्थना करना करके किसी ने उस व्यक्ति को नहीं बोला। പക്ഷെ ആ വിളിച്ച ദൈവത്തിനെ അവൻ ബഹുമാനിച്ചു. ഈ വിളിച്ച കേട്ട ശബ്ദത്തോട് അവൻ നന്നായി റെസ്പോണ്ട് ചെയ്തു, പ്രതികരിച്ചു. सुना हुआ नाम को लेकर, उसने सुना हुआ बातों को लेकर उसने बहुत ही अच्छी तरीके से प्रतिक्रिया किया। അതുകൊണ്ട് അവൻ എന്ത് ചെയ്യുന്നു അറിയാമോ? അവൻ യഹോവയുടെ നാമത്തിൽ ഒരു യാഗപീഠം ഉണ്ടാക്കി. ആ യാഗപീഠത്തിൽ അവിടെ അവൻ ആരാധിച്ചു. और इसलिए उसने क्या किया? एक वेदी बनाया और उस वेदी में उसने आराधना किया। ആമേൻ. കണ്ടോ, ഇവിടെയാണ് ദൈവശബ്ദം കേൾക്കുന്നതിന്റെ വ്യത്യാസം എന്ന് പറയുന്നത്. और यहीं पर हमें समझ में आता है कि परमेश्वर का वचन सुनने में हालेलुया एक विभिन्नता है। ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് ഇനി ഈ അബ്രഹാമിന്റെ ജീവിതത്തിൽ ഉടനീളം നോക്കുമ്പോൾ ഞാൻ മുന്നമേ പറഞ്ഞതുപോലെ പരിശുദ്ധാത്മാവിനാൽ, ദൈവത്തിന്റെ ആത്മാവിനാൽ യേശുവിന്റെ നാമത്തെ, യഹോവയുടെ നാമത്തെ നമ്മുടെ ഉള്ളങ്ങളില് വെളിപ്പെടണം. जैसे मैंने आप लोगों से पहले कहा कि हमारे जीवन के अंदर पवित्र आत्मा की सहायता से परमेश्वर का नाम प्रकट होना चाहिए। നമുക്ക് അബ്രഹാമിനെ കുറിച്ച് ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞുകൊള്ളട്ടെ. റോമാലേഖനം 4-ാം അധ്യായത്തിലേക്ക് ഒന്ന് വരാം. मैं अब्राहम के विषय में एक और बात को मैं कहना चाहता हूँ। रोमियो की किताब 4 अध्याय में हम जरा आते हैं। അതിന്റെ 18 മുതൽ ഒന്ന് വായിച്ചാട്ടെ. और उसका 18 से हम जरा पढ़ते हैं। वहां पे इस प्रकार लिखा है, उसने निराशा में भी आशा रखकर विश्वास के इसलिए कि उस पर वचन के अनुसार कि तेरा वंश ऐसा होगा, वह बहुत सी जातियों का पिता हो। അടുത്ത വായിച്ചോളൂ. जो 100 वर्ष का था, अपने मरे हुए से शरीर सारा की गर्भ की मरी हुई सी दशा जानकर भी विश्वास में निर्बल नहीं हुआ और ना अविश्वासी होकर परमेश्वर की प्रतिज्ञा पर संदेह किया, पर विश्वास में दृढ़ होकर परमेश्वर की महिमा की। ആമേൻ. പ്രൈസ് ദി ലോർഡ്. കണ്ടോ, ഇവിടെ കേട്ടെ, അല്ലേ, ദൈവത്തിന്റെ വാഗ്ദത്തം അബ്രഹാമിന്റെ മേലുണ്ടായിരുന്നു. और परमेश्वर का वायदा अब्राहम के ऊपर था। ദൈവത്തിന്റെ വചനം അവന്റെ ഉള്ളത്തിലുണ്ടായിരുന്നു. परमेश्वर का वचन उसके अंदर था। യഹോവയുടെ നാമം അവന്റെ ഉള്ളത്തിലുണ്ടായിരുന്നു. परमेश्वर का नाम उसके जीवन के अंदर था। അതുകൊണ്ട് അവൻ വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോയില്ല. इस कारण से वो विश्वास में थका नहीं। അതുകൊണ്ട് അവൻ വാർദ്ധക്യമാണെന്ന് പോലും അവൻ വിചാരിച്ചില്ല. ദൈവം സന്തതിയെ തരുമെന്ന് പറഞ്ഞെങ്കിൽ തരുമെന്ന് അവൻ വിശ്വസിച്ചു. और देखिए, उसने ये विचार नहीं किया, लेकिन परमेश्वर ने कहा तुझे मैं एक संतान दूंगा, उसने उस पर विश्वास किया। സാഹചര്യങ്ങളെ ഒന്നും നോക്കിയില്ല. अपनी परिस्थितियों को नहीं देखा। സാറയുടെ ഗർഭപാത്രത്തിന്റെ നിർജീവത്വം അല്ലെങ്കിൽ അത് ഡെഡ് ആണെന്ന് പോലും അവൻ ഗ്രഹിച്ചില്ല. അവൻ അതിനെ കണക്കാക്കിയില്ല. और जो है सारा की गर्भ अवस्था मरी हुई सी है, तो भी उसने उस विश्वास में गिना नहीं। അവന്റെ ഉള്ളത്തിൽ എന്തുവാണോ വെളിപ്പെട്ടത് അതിൽ ഉറച്ചു നിന്നു. और उसके अंदर क्या प्रकट हुआ उसी पर उसने पकड़ के रखा। യഹോവയുടെ നാമം
ബലമുള്ള ഗോപുരം പ്രിയമുള്ളവരെ. मेरे प्रिय लोगों, प्रभु का नाम एक शक्तिशाली गोपुरम है. യഹോവയുടെ നാമം മാറ്റമില്ലാത്ത പാറയാണ് പ്രിയമുള്ളവരെ. मेरे प्रिय लोगों, यहोवा का नाम बिना हिलने वाला एक चट्टान है. യേശുവിന്റെ നാമം രക്ഷാനാമമാണ്. और यीशु का नाम उद्धार देने वाला नाम. അത് അബ്രഹാമിന്റെ ജീവിതത്തിൽ വെളിപ്പെട്ട് കിട്ടി. और अब्राहम के जीवन के अंदर प्रकट हुआ. ആ അന്ത്യം വരെ അവൻ പിടിച്ചു നിന്നു. वो आखिरी तक पकड़ के रखा. ഇനി ഒരു കാര്യം കൂടെ, ഇനി കുറച്ച് കാര്യങ്ങൾ നോക്കാം. നമ്മൾ ഇവരെങ്ങനെയാണ് ഇവരുടെ ജീവിതത്തെ ഇവരെങ്ങനെയാണ് മനസ്സിലാക്കിയെന്ന് നോക്കാം. ഈ നാമത്തെ എങ്ങനെയാണ് മനസ്സിലാക്കിയെന്ന് നോക്കാം. हम देखेंगे किस प्रकार इन लोग ने अपने इस परमेश्वर के नाम को अपने जीवन के अंदर समझा. ആമേൻ. ഉൽപ്പത്തി തന്നെ 22-ാം അധ്യായം എന്ന് എടുത്താട്ടെ. उत्पत्ति किताब 22 अध्याय में हम जरा आते हैं. അതിന്റെ 13-14 ഒന്ന് വായിച്ചാട്ടെ. उसका 13 और 14. तब अब्राहम ने आंखें उठाई और क्या देखा कि उसके पीछे एक मेढ़ा. 22-14. ആ ആ तब अब्राहम ने आंखें उठाई और क्या देखा कि उसने पीछे एक मेढ़ अपने सिंहों की एक झाड़ी में फंसा हुआ है. अतः अब्राहम ने जो के उस मेढ़ को लिया और अपने पुत्र के स्थान उस पे होम बलि करके चढ़ाया. अब्राहम ने उस स्थान का नाम यहोवा यीरे रखा. उसके अनुसार आज भी कहा जाता है यहोवा के पहाड़ पर उपाय किया जाएगा. കണ്ടോ, ഇവിടെ നമുക്ക് കഥ അറിയാൻ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല ഇപ്പോൾ. और यहाँ पे आप लोगों को पता है यहाँ की कहानी. തന്റെ വിശ്വാസത്തിന്റെ ശോധനയില് उसके विश्वास भरे जीवन में ഒട്ടും മടിക്കാതെ बिना थके തന്റെ പുത്രനെ നൽകുവാൻ അബ്രഹാം തയ്യാറായി. अपने बेटे को देने के लिए अब्राहम तैयार हो गया. തന്റെ പുത്രന്റെ ചാരത്തിൽ നിന്ന് अपने पुत्र के उस उपस्थिति में എനിക്ക് സന്തതിയെ ഉണ്ടാക്കുവാൻ मुझे पुत्र को बनाने के लिए ദൈവം ശക്തനാണെന്ന് അബ്രഹാം വിശ്വസിച്ചു. अब्राहम ये विश्वास किया कि उस पुत्र को तैयार करने के लिए परमेश्वर विश्वास योग्य है. അതുകൊണ്ട് അവൻ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് തന്റെ പുത്രനെ യാഗമായി നൽകുവാൻ തയ്യാറായി. और इसलिए वो परमेश्वर को एक वेदी चढ़ाने के लिए, अपने बेटे को वेदी चढ़ाने के लिए वो तैयार हो गया. എന്നാൽ അത് അബ്രഹാമിന്റെ ജീവിതത്തിലെ ഒരു പരീക്ഷണം മാത്രമായിരുന്നു. और ये अब्राहम के जीवन में एक परीक्षा मात्र था. ദൈവം പൈതലിനെ യാഗമായി നൽകുവാൻ അനുവദിച്ചില്ല. और परमेश्वर ने इसहाक उसके पुत्र को एक वेदी में चढ़ाने के लिए परमेश्वर ने नहीं बोला. ദൈവം യാഗം കഴിക്കുവാൻ ഒരു ആടിനെ അബ്രഹാമിന് നൽകി. और वहीं पर ये परमेश्वर ने अब्राहम को एक बछड़ा को दिया, हालेलुया, एक भेड़ को दिया उसको चढ़ाने के लिए. തന്റെ പരീക്ഷയിൽ നിന്ന് താൻ വിടുവിക്കപ്പെട്ടത് കൊണ്ടും वो अपनी परीक्षा में हालेलुया छुटकारा पाने के कारण യാഗത്തിന് വേണ്ടി ഒരു യാഗമൃഗത്തെ ദൈവം കൽപ്പിച്ചരുളി കൊടുത്തത് കൊണ്ടും और परमेश्वर ने उसको एक बलि चढ़ाने के लिए एक भेड़ दिया. इस कारण से അബ്രഹാം ആ സ്ഥലത്തിന് ജഹോവ ജായിറ, യഹോവ കരുതുന്നവൻ എന്ന് പേരിട്ടു. और उसी जगह में उसने यहोवा जायरा या अर्थात यहोवा यीरे करके उसने उस जगह का नाम रखा. കണ്ടോ, തന്റെ ജീവിതത്തിൽ നിന്ന് അബ്രഹാം യഹോവയായ ദൈവത്തിന് മറ്റൊരു പേര് നൽകി വിളിക്കുകയാണ്. കർത്താവേ, നീ മാത്രം എന്റെ പ്രൊവൈഡർ. യു ആർ മൈ ജായറ, യു ആർ മൈ പ്രൊവൈഡർ. നീ എനിക്കായി കരുതുന്നവനാണ്. और देखिए यहाँ पर हालेलुया, अब्राहम एक अपने जीवन के अंदर देखा हुआ बात के बाद वो परमेश्वर को एक नाम दे रहा है, यहोवा यीरे, अर्थात यहोवा मेरे लिए उपाय करने वाला है करके. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രതിസന്ധികളുടെ സമയത്ത്, നമ്മുടെ കഷ്ടങ്ങളുടെ സമയത്ത്, ചിലപ്പോൾ നമുക്ക് സാമ്പത്തികമായി നമ്മൾ ഞെരുക്കം അനുഭവിക്കുന്ന സമയത്ത് ആ ദൈവസന്നിധിയിലേക്ക് കടന്നു ചെന്ന് നമുക്ക് വിളിച്ചു പറയുവാൻ പറ്റണം, കർത്താവേ, നീ മാത്രം എന്നെ കരുതുന്നവൻ. और हम जब भी हालेलुया हम अपने जीवन के अंदर परमेश्वर से हालेलुया प्रार्थना करना है, या हम अपने जीवन के अंदर की कोई भी परिस्थिति में हम पड़े हैं या कोई निराशा की सांपत्तिक स्थिति से हम हो जाते हैं, तो हम हमेशा परमेश्वर की ओर देखकर करना है, यहोवा मेरा उपाय करने वाला है, यहोवा यीरे है. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് പറയുവാൻ സാധിക്കണം, കർത്താവേ, നീ എന്നെ കരുതുന്ന ദൈവമാണ്.
और अपने जीवन के अंदर से हम बोलने पाए, यहोवा तू मेरे लिए उपाय करने वाला है। ആമേൻ, ഹല്ലേലൂയ. ഇനി നമുക്ക് ഉൽപ്പത്തി പുസ്തകം ഹല്ലേലൂയ അതിന്റെ 15-ാം അധ്യായത്തിലേക്ക് അല്ലെ സോറി പുറപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിലേക്ക് ഒന്ന് വന്നാട്ടെ. और एक हम हालेलुया निर्गम की किताब उसका 15 अध्याय में हम जरा आ जाते हैं। അതിന്റെ 26 उसका 26 यदि तू अपने परमेश्वर यहोवा का वचन तन मन से सुने और जो उसकी दृष्टि में ठीक करे, वही उसकी आज्ञाओं पर कान लगाए, तो सब विधियां जो माने तो जितने रोग मैंने इस्राएल पर भेजे हैं उनमें से एक भी तुझ पर ना भेजूंगा, क्योंकि तुम्हारा चंगा करने वाला यहोवा हूं। ചങ്ക करने वाला यहोवा എന്ന് വെച്ചാൽ യഹോവ റാഫ. और इसका अर्थ यहोवा राफा, यहोवा चंगा करने वाला यहोवा, परमेश्वर का नाम ये राफा. हालेलुया। यहाँ पर हम देख पाते हैं कि चंगा करने वाला नाम है वो राफा है। Praise the Lord. Hallelujah. സ്തോത്രം. അപ്പൊ ഇവിടെ ഇസ്രായേൽ മക്കളോടായിട്ട് പരിശുദ്ധനായ ദൈവം അരുളി ചെയ്യുകയാണ്, നിങ്ങൾ എന്റെ വാക്കുകളെ അനുസരിച്ചുകൊണ്ട്, നിങ്ങൾ എന്റെ കൽപ്പനകളെ അനുസരിച്ചുകൊണ്ട് എന്നോട് ചേർന്ന് നടക്കുകയാണെങ്കിൽ, ഹല്ലേലൂയ, പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളെ സൗഖ്യമാക്കുന്ന യഹോവയായിരിക്കും. और देखिए यहाँ पर हालेलुया तुम मेरे साथ चलोगे तो हालेलुया तुम मेरी विधियों को मानोगे, मेरी बातों को मानोगे तो मैं तुम्हारा चंगा करने वाला यहोवा हूँ करके परमेश्वर कह रहा है। Praise the Lord. ഞാൻ നിങ്ങളെ സൗഖ്യമാക്കും. അപ്പൊ കണ്ടോ, ഇവിടെ യഹോവയുടെ നാമം എന്തായി മാറി? എന്നെ സൗഖ്യമാക്കുന്ന യഹോവയായി. और यहाँ पर देखिए प्रभु का नाम कैसा बदल के वो चंगा करने वाला हो गया है। ആമേൻ. കണ്ടോ, ഇനി യാക്കോബിന്റെ ഉൽപ്പത്തി പുസ്തകം 35 നമുക്ക് ഒന്നും കൂടെ ഒന്ന് വരാം. 35-ാം അധ്യായം, ഉൽപ്പത്തി 35. उत्पत्ति किताब 35 अध्याय में हम जराते हैं അതിന്റെ 11 ഒന്ന് വായിച്ചേ. 11 और उसका 35 अध्याय उसका 11 वाक्यों को हम पढ़ेंगे। फिर परमेश्वर ने कहा, मैं सर्वशक्तिमान हूँ। കണ്ടോ, എൽ ഷദായ് എന്ന് പറഞ്ഞ എൽ ഷദായ്, പരമശക്തിമാൻ और परमशक्तिमान और सर्वशक्तिमान यहोवा का नाम है एल शदाई. और सर्वशक्तिमान प्रभु का नाम एल शदाई. എൽ ഷദായ്, ഞാൻ ശക്തിമാൻ. അവനെ നമ്മുടെ ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. हमारे प्रभु के लिए असाध्य असंभव कुछ भी नहीं है। ആമേൻ. അവൻ ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി, वो एक शब्द बोलना काफी है, അവനൊന്ന് നോക്കിയാൽ മതി, वो सिर्फ देख ले। ആമേൻ. പ്രിയമുള്ളവരെ, നമ്മൾ പുറപ്പാട് പുസ്തകത്തിൽ തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും. ഒന്ന് വായിച്ചാട്ടെ, പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം അതിന്റെ 24. അവൻ സർവശക്തിമാനാണെന്ന് നമ്മൾ കാണുന്ന ഒരു ഭാഗമാണ് പുറപ്പാട് പുസ്തകം 14-ന്റെ 24. പുറപ്പാടാണ്. നിർഗമൻ की पुस्तक 14:24 24. फिर उसने 14 ले 14-ന്റെ 24. और रात के अंतिम पहर में यहोवा ने बादल और आग के खंभे में मिस्रियों को सेना पर दृष्टि करके उन्हें घबरा दिया. കണ്ടോ, പ്രഭാതയാമത്തിൽ യഹോവ അഗ്നി മേഘസ്തംഭത്തിൽ നിന്ന് മിസ്രൈമെ സൈന്യത്തെ നോക്കി, മിസ്രൈമെ സൈന്യത്തെ താറുമാറാക്കി. ഒരു നോട്ടത്തിൽ. ഇതാണ് സർവശക്തിമാൻ എന്ന് പറയുന്നത്. और यही है, देखिए यहाँ पर एक नजर देखा और उन लोग घबरा गए करके, मतलब एक नजर के लिए, परमेश्वर है. एक नजर के लिए. हालेलुया, ग्लोरी टू जीसस. അവനൊന്ന് നോക്കിയതേ ഉള്ളൂ, മിസ്രൈമ്യ സൈന്യം താറുമാറാക്കി. യഹോവ का नाम है एल शदाई. और देखिए यहाँ पर हालेलुया मिस्रियों को सेना पर दृष्टि करके उन्हें घबरा दिया. उसने एक नजर देखने के बाद वो घबरा गए, इसलिए हम जानते हैं उसका नाम एल शद्दाई है. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മൾ കണ്ടു
യഹോവ ജായിറ, യഹോവ എനിക്കായി കരുതുന്നവൻ. യഹോവ റാഫ, അവൻ എന്നെ ചങ്ക കർണേവാല പ്രഭു का नाम है യഹോവ റാഫ. ഹല്ലേലൂയ. ഇധർ സേ നമ്മൾ ഇവിടെ പഠിച്ചു, ഇവിടെ നമ്മൾ കണ്ടു, അവൻ എൽ ഷദായ്, അവൻ പരമശക്തിമാൻ. അവൻ അസാധ്യമായതൊന്നുമില്ല. और देखिए हमने यहाँ पर सीखा है उसके लिए कोई भी काम असंभव नहीं है। പ്രൈസ് ദി ലോർഡ്, സ്തോത്രം, ഹല്ലേലൂയ, ഗ്ലോറി. ഇതുപോലെ ഈ തിരുവചനം മുഴുവനും അവന്റെ നാമത്തിന്റെ മഹത്വമാണ് വർണ്ണിക്കുന്നത്. और यहाँ पर पूरा वचन उसके नाम को महत्व देता है। ആമേൻ. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. നമുക്ക് ഒരു വാക്യം കൂടെ വായിക്കാം. ഹല്ലേലൂയ. പുറപ്പാട് പുസ്തകം തന്നെ 17:5 ഒന്ന് വായിച്ചാട്ടെ. और हम हालेलुया 17 का 5 को हम पढ़ेंगे। यहोवा ने मूसा से कहा, इस्राएल के वृद्ध लोगों के कुछ को अपने साथ ले ले, और जिस लाठी तूने नील नदी में मारा था उसे अपने हाथ में लेकर लोगों के आगे बढ़ चल। देख मैं तेरे आगे आगे चलकर हेरो पहाड़ के एक चट्टान पर खड़ा रहूंगा, और तू उस चट्टान पर मारना, तब मैं पानी निकलेगा जिससे लोग पिएंगे। तब मूसा ने इस्राएल के विरुद्ध लोगों को देखते 17:15 तब मूसा ने एक वेदी बनाकर उसका नाम यहोवा निस्सी रखा। निर्गमन 17 अध्याय उसका 15 वाक्य। 15 വാക്യം. യഹോവ നിസ്സി, യഹോവ എന്റെ ജയക്കൊടിയാകുന്നു. यहोवा निस्सी, यहोवा मेरा जय दिलाने वाला परमेश्वर। എന്തുകൊണ്ടാണെന്ന് അറിയാവോ? ശത്രു സൈന്യത്തിന്റെ നേരെ പ്രിയമുള്ളവരെ യഹോവയായ ദൈവം അവർക്കൊരു വലിയ വിജയം നൽകി. और देखिए यहाँ पे परमेश्वर ने इस्राएलियों को एक बड़ा विजय दिलाया। നമുക്ക് അതിന്റെ തൊട്ട് മുമ്പിലുള്ള വാക്യങ്ങളൊന്ന് വായിക്കാം. അതിന്റെ 9ഉം 10ഉം ഒന്ന് വായിച്ചാട്ടെ. इसका 9 और 10 को पढ़ते हैं। तब मूसा ने यहोशू से कहा, हमारे लिए कोई पुरुष को चुनकर छांट ले और बाहर जाकर अमीलेक से लड़, और मैं कल परमेश्वर की लाठी हाथ में से लिए हुए पहाड़ी की चोटी पर खड़ा रहूंगा। तब मूसा ने इस आज्ञा के अनुसार यहोशू अमीलेकियों से लड़ने लगा, और मूसा हारून और हर हूर पहाड़ी के चोटी पर चढ़ गया। तब मूसा ने अपना हाथ उठाए रहता, तब तक इस्राएली प्रबल होता था, तब तक वह उसे नीचे करता था, तब अमीलेक प्रबल होता था। पर मूसा ने अपने हाथ भर गए, और तब उन्होंने एक पत्थर लेकर मूसा के नीचे रख दिया और उस पर बैठ गया, और हारून और हर एक अंग के उसके हाथों को संभाल रहे, और उसके हाथ सूर्यास्त तक स्थिर रहे, और यहोशू ने अनुचरों समेत अमेलियों को तलवार के बल में हरा दिया। പ്രിയമുള്ളവരെ, ഇവിടെ ഇസ്രായേൽ മക്കൾക്ക് ജയം നൽകിയത് അവരുടെ ശക്തിയോ കഴിവോ യാതൊന്നുമല്ല. और देखिए यहाँ पर या इस्राएलियों को जो विजय मिला है, यहाँ पर लोगों की शक्ति या उनकी ताकत कुछ भी नहीं काम की। മോശയുടെ കൈ പ്രാർത്ഥനയ്ക്കായിട്ട് ഉയർന്നിരിക്കുമ്പോൾ ഇസ്രായേൽ ജനം ജയിക്കും. और जब मूसा का हाथ उठता है प्रार्थना के लिए, और यहाँ पर इस्राएली जीतते थे। മോശയുടെ കൈ എന്ന് താഴ്ന്നിരിക്കുന്നുവോ, എപ്പോൾ താഴ്ന്നിരിക്കുന്നോ അവർ തോറ്റുപോകും. और जब मूसा का हाथ नीचे हो जाता था, तब वो लोग हार जाते थे। ഇത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? वो किस चीज को दिखाता है? പ്രിയമുള്ളവരെ, നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനാ ജീവിതത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. और एक जन का प्रार्थना जीवन को सूचित करता है। അപ്പോസ്തലന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു, നിങ്ങൾ ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ. और उन्होंने कहा बिना रुके हुए प्रार्थना करने के लिए बोलता है। നിങ്ങൾ പ്രാർത്ഥനയിൽ മടുത്തു പോകരുത്. आप लोग प्रार्थना में थकना नहीं। നിങ്ങൾ എല്ലായ്പ്പോഴും സ്തോത്രം ചെയ്തും പ്രാർത്ഥിച്ചും കൊണ്ടിരിക്കുവിൻ. हमेशा धन्यवाद करते हुए प्रार्थना करते हुए रहे। അങ്ങനെയെങ്കിൽ ശത്രു നിങ്ങളെ വിട്ടോടിപ്പോകും. इससे क्या होगा? शत्रु तुम्हें छोड़कर चले जाएगा। അപ്പൊ പ്രിയമുള്ളവരെ, ജയം നൽകുന്നവൻ യഹോവയായ ദൈവമാണ്. जय देने वाला यहोवा परमेश्वर है। അതുകൊണ്ടാണ് മോശ ഇവിടെ പേരിടുന്നത് യഹോവ നിസ്സി. इसलिए यहोवा यहाँ पर नाम दे रहा है कि यहोवा निस्सी है। യഹോവ എനിക്ക് ജയം നൽകി. यहोवा मुझे जय दिया है। യഹോവ എനിക്ക് ജയക്കൊടിയാ. और यहोवा मेरे लिए झंडा है। സൈന്യത്താലല്ല, सैन्य से नहीं, ശക്തിയാലല്ല,
शक्ति से नहीं, പക്ഷെ യഹോവയുടെ നാമത്താൽ ജയം നൽകി. लेकिन यहोवा के नाम से वहां पर जय मिला। അതുകൊണ്ടാണ് ജയിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ജയക്കൊടി ഉയർത്താൻ പറ്റത്തുള്ളൂ. हम जीतने के बाद ही हम झंडा उठा सकते हैं। അതുകൊണ്ടാണ് മോശ ഹല്ലേലൂയ അവിടെ ആ സ്ഥലത്തിന് യഹോവ നിസ്സി, യഹോവ ജയം സമ്മാനിച്ചതുകൊണ്ട് യഹോവ നിസ്സി എന്ന് പേര് നൽകി. और इसलिए मूसा ने उस जगह में यहोवा निस्सी करके पुकारा, क्योंकि यहोवा ने विजय को दिलाया है। പ്രിയമുള്ളവരെ, ഇവര് ഈ എല്ലാ സ്ഥലത്തും മനുഷ്യന്റെ ശക്തി കൊണ്ടല്ല സംഭവങ്ങൾ നടന്നത്. और देखिए यहाँ पर मेरे प्रिय लोगों, मनुष्य की काम के द्वारा यहाँ पर जीत नहीं हुई है। അബ്രഹാമിന് യാഗമൃഗത്തെ ലഭിച്ചത് ദൈവം നൽകിയതാ. और यहाँ पर देखिए हम जो बलि के लिए मिला हुआ जो 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 भेड़ है वो परमेश्वर ने दिया है। അതുകൊണ്ടാണ് അങ്ങനെ പേര് നൽകിയത്, യഹോവ ജായറ എന്ന് പേര് നൽകിയത്. इसलिए उसने यहोवा ईरे करके नाम दिया, क्योंकि यहोवा ने दिया। യാക്കോബിനെയും സംരക്ഷിച്ചത് ദൈവത്തിന്റെ കരങ്ങളാ. और याकूब को संभाला हुआ परमेश्वर का हाथ है। അതുകൊണ്ടാണ് യാക്കോബ് അവനെ എൽഷദായി എന്ന് പേരിട്ടത്. इसलिए याकूब वहां पर एलशदाई करके नाम दे रहा है। അതുകൊണ്ടാ പ്രിയമുള്ളവരെ, നമ്മൾ ഇന്ന് സങ്കീർത്തനത്തിൽ കണ്ടത് യഹോവയുടെ നാമത്തിൽ അറിയുന്നവർ അവനിൽ ആശ്രയിക്കും. और इसलिए हमने भजन संहिता में पढ़ा, जो उसके नाम को जानते उस पर भरोसा रखेंगे। ആമേ. ഇനി നമുക്ക് ന്യായാധിപന്മാരുടെ പുസ്തകത്തിലേക്ക് ഒന്ന് കടന്നു വരാം. ജഡ്ജസ്, ബുക്ക് ഓഫ് ജഡ്ജസ്. और हम न्यायों की किताब में आएंगे। 6:24 എന്ന് വായിച്ചാട്ടെ, നമുക്ക് ഏറ്റവും ആവശ്യമുള്ളതാണത്. 6:24. और 6:24, तब गिदोन ने वहां यहोवा की एक वेदी बनाकर उसका नाम यहोवा शालोम रखा। वह आज के दिन तक एबिजरिया की इफ्रा में बनी है। കണ്ടോ, അതായത് ഗിദയോൻ അവിടെ യഹോവയുടെ നാമത്തിന് ഒരു പേര് നൽകിയാണ്, യഹോവ ഷാലോം. और यहाँ पर देखिए गिदोन ने हालेलुया यहाँ पे एक नाम रखा वेदी का, यहोवा शालोम। എന്തുകൊണ്ടാണ് അവിടെ അങ്ങനെ ഒരു പേര് നൽകിയത്? वहां पे क्यों इस प्रकार का एक नाम दिया गया है? ഗിദയോൻ ഭയപ്പെട്ടു പോയി. गिदोन डर गया। എന്തെന്ന് വെച്ചാൽ ഗിദയോൻ ദൈവത്തെ കണ്ടു കണ്ടില്ല എന്നുള്ള ഒരു അനുഭവത്തിലേക്ക് കടന്നു വന്നു. और देखो गिदोन यहाँ पर देखा नहीं, एक ऐसी परिस्थिति में आया। ദൈവത്തെ ഞാൻ കണ്ടുപോയല്ലോ, ഞാൻ നശിച്ചു പോകുമോ എന്നുള്ള ഒരു ഭയം അവന്റെ ഉള്ളത്തിലേക്ക് വന്നു, മരണഭയം. और देखो उसको एक भय आ गया कि मैं तो नाश हो जाऊंगा, मैं खत्म हो जाऊंगा करके। അവന്റെ ഹൃദയത്തിലെ ഭയത്തെ മാറ്റി സമാധാനത്തെ നൽകുന്ന ദൈവമായതുകൊണ്ട് യഹോവയ്ക്ക് അവൻ പേര് നൽകി, യഹോവ ഷാലേം. और इसलिए यहाँ पर देखिए क्या हुआ कि एक भय होने के कारण उसने परमेश्वर की उपस्थिति में आया, जिस कारण से उसने नाम रखा कि यहोवा शालोम। യഹോവ ഷാലോം. പ്രൈസ് ദി ലോർഡ്. യഹോവ എന്റെ സമാധാനമായിരിക്കുന്നു. यहोवा मेरा शांति है करके। നമ്മുടെ കർത്താവായ യേശുനാഥൻ ഭൂമിയിലായിരുന്നപ്പോഴും ശിഷ്യന്മാരുടെ മധ്യേ വന്നിറങ്ങിയിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം, ഞാൻ സമാധാനമാകുന്നു. और यीशु मसीह ने चेलों के सम्मुख में भी बोला कि मैं समाधान हूँ, मैं शांति हूँ। ആമേൻ. അപ്പോൾ ഭയത്തെ മാറ്റി, മരണഭയത്തെ മാറ്റി, പേടിയെ മാറ്റി നമ്മുടെ ഉള്ളത്തില് സമാധാനത്തെ നൽകിയപ്പോൾ ഗിദയോൻ ആ ദൈവത്തിന് പേര് നൽകി, യഹോവ ഷാലോം. और देखिए यहाँ पे गिदोन ने अपने जीवन के अंदर हालेलुया खराब परिस्थिति के समय था, उस समय उसको एक परमेश्वर ने संभाला, इसलिए उसने परमेश्वर का नाम यहोवा शालोम रख दिया। പ്രിയമുള്ളവരെ, നമ്മുടെ ഭയത്തിന്റെ സമയങ്ങളിൽ, मेरे प्रिय लोगों, हमारे भय के समय में, നമ്മുടെ അസമാധാനത്തിന്റെ സമയങ്ങളിൽ, हमारे असमाधान के समय में നമ്മൾ പ്രാർത്ഥിക്കണം. हम प्रार्थना करना है, കർത്താവേ, നീ എനിക്ക് ഷാലോം ആയിരിക്കണം. तू मेरे लिए शालोम होना है। ദൈവത്തിന്റെ വചനം പറയുന്നുവല്ലോ, അവിടുന്ന് ഞങ്ങളുടെ സമാധാനമാകുന്നു. और परमेश्वर का वचन कहता है तू हमारे लिए वहां समाधान देता है। കർത്താവേ, എന്റെ ഉള്ളത്തിലെ ഭയത്തെ നീ എടുത്തു മാറ്റണം. प्रभु मेरे जीवन के अंदर का भय को निकाल देना, നിന്റെ സമാധാനത്തെ എന്റെ ഉള്ളത്തിൽ നൽകുമാറാകണം. और आपके समाधान को मेरे हृदय के अंदर आने देना। നീ എന്റെ സമാധാനമാകണം. तू मेरा समाधान होना है। യഹോവ ഷാലോം.
यहोवा शालोम। അതുകൊണ്ടാണ് യേശുനാഥൻ अनेക ഇടങ്ങളിൽ പറയുന്നുണ്ട്, ഞാൻ ഭൂമിയിൽ വന്നിരിക്കുന്നത് സമാധാനത്തെ നൽകുവാനാണ്. इसलिए कई बार प्रभु प्रभु कहते हैं कि हालेलुया, मैं हमेशा शांति देने आया। ആമേൻ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഹല്ലേലൂയ. നമുക്കറിയാം, ഇനി നമുക്ക് ഏവർക്കും സുപരിചിതമായ ഭാഗമാണ് യഹോവ റാഹ്. और सबको सुपरिचित वाक्य यहोवा रा, എന്ന് വെച്ചാൽ യഹോവന്റെ ഇടയനാകുന്നു. और यहोवा रा का मतलब यहोवा मेरा चरवा है। സങ്കീർത്തനം 23 നമ്മൾ വായിക്കുന്നു, യഹോവ എന്റെ ഇടയനാകുന്നു. और संगीत भजन संहिता 23 में हम पढ़ते हैं कि यहोवा मेरा चरवाहा है। എന്തുകൊണ്ടെന്നാൽ എനിക്ക് ഒന്നിനും മുട്ടുണ്ടാവുകയില്ല. और मुझे कोई बात की घटी नहीं होगी। അവൻ എന്നെ പച്ചയായ പുൽപ്പുറങ്ങളിൽ നടത്തുന്നു. वो मुझे शहरी घास में चराता है। അവൻ സ്വസ്ഥതയുള്ള വെള്ളത്തിന് അരികത്തേക്ക് എന്നെ നടത്തുന്നു. और उस पानी के उस झरने के पास मुझे ले चलता है। അവൻ എന്റെ പ്രാണനെ തണുപ്പിക്കുന്നു. वो मेरे जी में जी ले आता है। അവൻ എന്നെ നീതി മാർഗത്തിൽ നടത്തുന്നു. और वो मुझे अच्छे रास्ते में चलाता है। യഹോവ യഹോവ റാഹ്. यहोवा रा, യഹോവ റാഹ്. റാഹ് എന്ന് വെച്ചാൽ യഹോവ എന്റെ ഇടയനാകുന്നു. और राह का अर्थ यह है कि यहोवा मेरा चरवाहा है। പ്രിയമുള്ളവരെ, ദാവീദിന് എങ്ങനെ പറയാൻ സാധിച്ചത്? दाऊद को ये किस प्रकार बोल पाया? वो തന്റെ ജീവിതത്തിലുടനീളം യഹോവയായ ദൈവത്തിന്റെ ആ നടത്തിപ്പ് ജീവിതത്തിലുണ്ടായിരുന്നു. ദൈവത്തിന്റെ നടത്തിപ്പ്. और दाऊद के अंदर हम देख पाते हैं कि प्रभु का एक चलन उसके जीवन के अंदर था। ആമേൻ. യഹോവ എന്നെ നടത്തി. यहोवा मुझे चलाया। ഞാൻ പെട്ടുപോകേണ്ടതായിരുന്നു. मैं हालेलुया खत्म हो जाने का था। ഞാൻ നശിച്ചു പോകേണ്ടതായിരുന്നു. मैं नाश होने का था। പക്ഷേ യഹോവ എന്നെ നടത്തി. पर प्रभु ने मुझे चलाया। അതുകൊണ്ട് യഹോവ എന്റെ റാഹ്, എന്റെ ഇടയനാകുന്നു. इसलिए यहोवा मेरा राह है, जो मुझे मेरा चरवाहा। ഒരു വാക്യം കൂടെ വായിച്ചട്ടെ. 1 സാമുവേൽ 7:12-13. 1 സാമുവേൽ 1 शमूएल 7:13। तब फिलिस्ती 7:12-13. तब शामुएल ने एक पत्थर लेकर मिस्पा और शेन के बीच में खड़ा किया और यह कहकर उसका नाम एबेनेजर रखा, यहाँ तक यहोवा ने हमारी सहायता की। കണ്ടോ, ശമൂവേൽ പ്രവാചകൻ ഹല്ലേലൂയ മിസ്പയിൽ വെച്ച് ഷേനിന് മധ്യേ ഒരു കല്ല് നാട്ടിയിട്ട് പറയാണ്, ഇത്രത്തോളം യഹോവ എന്നെ നടത്തി. और देखिए हालेलुया, यहाँ पर शामुएल ने एक पत्थर लेकर मिस्पा और शेर के बीच में खड़ा किया और यह कहकर उसका नाम एबेनेजर रखा, यहाँ तक അസാധ്യമെന്ന് നിരൂപിച്ച അവസ്ഥകളുടെ മേൽ ദൈവം സാധ്യതകളെ നൽകി. और देखो, असाध्य के बीच में जो असंभव लग रहा था, उनके बीच में भी उसने संभव जैसे काम किए हैं। കർത്താവേ, ഞാൻ ഇങ്ങനെ എത്തുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചല്ല. और प्रभु, मैं ऐसा कभी भी विचार नहीं किया था कि मैं यहाँ तक पहुंच पाऊंगा। എന്റെ ജീവിതം വളരെ കഠിനതയുമേറിയതായിരുന്നു. और मेरा जीवन कितना कठिनाई से भरा हुआ था। പക്ഷേ യഹോവ എന്നെ ഇത്രത്തോളം കൊണ്ടുവന്നു. लेकिन यहोवा ने मुझे अभी तक संभाला है। യബനേസർ, യഹോവ യബനേസർ. यहोवा एबेनेजर। പ്രിയമുള്ളവരെ, ഇതുകൊണ്ടാണ് നമ്മൾ മുന്നമേ വായിച്ചല്ലോ, കുറിവാക്യമായിട്ട് വായിച്ചല്ലോ, യഹോവയുടെ നാമത്തെ അറിയുന്നവർ നിന്നിൽ ആശ്രയിക്കും. इसलिए हमने शुरू में ही पढ़ा, यहोवा के नाम को जो जानते हैं उस पर भरोसा रखेंगे। യഹോവയെ നീ അവനെ അന്വേഷിക്കുന്നവരെ ഉപേക്ഷിക്കുന്നില്ലല്ലോ. और जो प्रभु को ढूंढते हैं उनको वो छोड़ता नहीं है। ഞാൻ ഒരു വാക്യം കൂടെ വായിച്ചിട്ട് നമുക്ക് ഇന്നത്തെ ധ്യാനം അവസാനിപ്പിക്കാമല്ലോ. और एक और वाक्य को पढ़कर हम आज के ध्यान को समाप्त करेंगे। അപ്പോസ്തലപ്രവൃത്തികൾ 3-ാം അധ്യായം 4-ാം അധ്യായം 4:12. प्रेरितों के काम 4 अध्याय उसका 12 वाक्य को हम पढ़ेंगे। മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. और देखिए, किसी दूसरे के द्वारा उद्धार नहीं, क्योंकि स्वर्ग के नीचे मनुष्य के बीच में कोई दूसरा नाम नहीं दिया गया जिसके द्वारा हम उद्धार पा सके। അതുകൊണ്ടാണ്
യഹോവ രക്ഷാനാമം. इसलिए यहोवा रक्षा करके हम जानते हैं। യഹോവ ഏലിയോൻ. यहोवा एलियोन, രക്ഷയ്ക്കായി മറ്റൊരു നാമവുമില്ല. और रक्षा के लिए कोई और नाम नहीं है। അത് യേശുവല്ലാതെ മറ്റൊരു നാമവുമില്ല. यीशु के सिवा और कोई नाम नहीं है। അതുകൊണ്ടാണ് പത്രോസ് അപ്പോസ്തലൻ വിളിച്ചു പറയുന്നത്, ആകാശത്തിന് കീഴെ ഭൂമിക്ക് മീതെ രക്ഷയ്ക്കായി നാം രക്ഷിക്കപ്പെടുവാൻ, നാം വീണ്ടെടുക്കപ്പെടുവാൻ, നമ്മുടെ പാപങ്ങളെ കഴുകിക്കളയുവാൻ, ദൈവത്തോട് ഒന്നായി ചേരുവാൻ ഒരേ ഒരു നാമമേ ഉള്ളൂ, അത് യേശു എന്ന നാമമാവുന്നു. यहाँ पे पतरस सबके सामने खड़े होकर कह रहा है, हमारे जीवन के पाप को दूर करने के लिए, हमारे जीवन के क्लेश को दूर करने के लिए एक ही एक नाम है, वो नाम प्रभु यीशु मसीह का नाम है, इसके अलावा और कोई नाम नहीं है। അതാണ് യഹോവ. ഹല്ലേലൂയ, സ്തോത്രം. യഹോവ എന്റെ രക്ഷാനാമം. इसलिए यहोवा जो है रक्षा, उद्धार का नाम है। ആമേൻ, പ്രൈസ് ലോർഡ്. പ്രിയമുള്ളവരെ, അവന്റെ നാമത്തെ അറിയണം നാം. हम उनके नाम को जानना है। നമ്മുടെ ജീവിതത്തിന്റെ വിവിധ സാഹചര്യങ്ങളില് നാം ഈ പേരുകള് ധ്യാനിച്ചുകൊണ്ട് വിശ്വാസത്തിൽ ഉറച്ച് നമ്മൾ പ്രാർത്ഥിക്കണം. मेरे प्रिय लोग, हमारे जीवन के अंदर विभिन्न परिस्थितियों के बीच में उसके नाम को समझकर उसको जानना है हमारे जीवन के अंदर। ജീവിതത്തിന്റെ ഏത് വിഷമമുള്ള സാഹചര്യമായിക്കൊള്ളട്ടെ, हमारे जीवन के अंदर का कोई भी दुखित परिस्थिति क्यों ना हो, ഏത് അവസ്ഥകളുമായിക്കൊള്ളട്ടെ, कोई भी अवस्था क्यों ना हो, അവന് കർത്താവായ യേശുവിന്റെ നാമത്തിന് നമ്മെ രക്ഷിക്കുവാൻ കഴിയാത്തതായ യാതൊന്നുമില്ല. और उसके नाम को छोड़ हमारे जीवन के अंदर हालेलुया कोई भी नाम नहीं है। അപ്പൊ പ്രിയമുള്ളവരെ, ഈ നാമത്തെ നാം ധ്യാനിക്കണം, അറിയുവാൻ ഉത്സാഹിക്കണം. इसलिए मेरे प्रिय लोगों, इस नाम को जानने के लिए हम अपने आप को उत्साहित करना है। ആമേൻ, ഹല്ലേലൂയ, പ്രൈസ് ലോർഡ്. ഈ പകൽക്കാലം ഹല്ലേലൂയ ഈ ഒരു വചനം ധ്യാനിക്കുവാൻ ദൈവം നമുക്ക് നൽകിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യും. और प्रभु ने इस सुबह के समय में ध्यान करने के लिए प्रभु ने दिया अवसर के लिए धन्यवाद करते हैं। ഈ പകൽക്കാലം അടിയൻ പ്രാർത്ഥിക്കുവാണ്, യഹോവയായ ദൈവം നിങ്ങൾക്ക് രക്ഷാ നായകനായി തീരട്ടെ. प्रभु के दास आपके लिए प्रार्थना करते हैं कि यहोवा आपके लिए एक उद्धार करने वाला हो। യേശുവിന്റെ നാമം നമ്മുടെ ഉള്ളത്തിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കട്ടെ. और यीशु का नाम हमारे जीवन के अंदर हमेशा भरा हुआ होना चाहिए। യേശുവിന്റെ നാമം നമുക്കൊരു ഏലോഹിമായി മാറട്ടെ. और यहोवा का नाम हमारे लिए एलोही का नाम होने पाए। യഹോവയുടെ നാമം നമുക്ക് യഹോവ ജായർ, എന്നെ കരുതുന്ന ദൈവമായി തീരട്ടെ. और यहोवा जायरा जो हमारे लिए हालेलुया उपाय करने वाला नाम होने पाए। യഹോവയുടെ നാമം എൽഷദായി, സർവശക്തനായ ദൈവം എന്ന നാമമായി മാറട്ടെ. और यहोवा का नाम एलशदाई, सर्वशक्तिमान होने पाए। യഹോവയുടെ നാമം യഹോവ റാഫ, ചങ്ക കർണേ വാല പ്രഭു, സൗഖ്യം നൽകുന്ന യഹോവയായി നമ്മുടെ ജീവിതത്തിൽ മാറട്ടെ. यहोवा राफा, यहोवा चंगा करने वाला नाम के रूप में बदलने पाए। യഹോവയുടെ നാമം നമ്മുടെ ജീവിതത്തിലെ ശാലോം, സമാധാനമായി മാറട്ടെ. और यहोवा का नाम हमारे जीवन के अंदर यहोवा शालोम होने पाए, समाधान देने वाला होने पाए। യഹോവയുടെ നാമം നമ്മുടെ ജീവിതത്തിൽ യഹോവ എബനേസർ, ഇത്രത്തോളം കൊണ്ടുവന്ന എന്നെ നടത്തുന്ന ദൈവമായി മാറട്ടെ. यहोवा का नाम हमारे जीवन के अंदर यहोवा हालेलुया एबनेजर होने पाए, क्योंकि अभी तक हमको उसने संभाला। ഈ അവസാനമായി ഒരിക്കൽ കൂടി യഹോവ റാഹ്, യഹോവ എന്നെ ഇടയൻ, എന്നെ നടത്തുന്നവൻ, എന്നെ പരിപാലിക്കുന്ന ദൈവമായി. और यहोवा राह, यहोवा मेरा चरवाहा है करके हम बोलने पाए। പ്രിയമുള്ളവരെ, ഇങ്ങനെ ഒരു സ്നേഹനിധിയായ ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. और ऐसा ही एक प्रेम भरा हुआ हालेलुया परमेश्वर की हम सेवा करते हैं। ഇങ്ങനെ നമ്മളെ ഓരോ ദിവസവും കരുതി പരിപാലിക്കുന്ന ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. और हम एक ऐसे ही दिन हमारे जीवन के अंदर हमारा परिवार, हमारा पालन करने वाला परमेश्वर को हम सेवा करते हैं। എല്ലാവരെയും അറ്റൻഡ് ചെയ്ത എല്ലാവരെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അതിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. और सभी को प्रभु यीशु मसीह के नाम में मैं प्रार्थना करके आशीर्वाद देता हूँ। അവിടുത്തെ നാമത്തിന്റെ വെളിപ്പാടുകൾ നൽകി ദൈവം നമ്മളെ ഓരോരുത്തരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കും. और प्रभु एक एक लोगों को हालेलुया बहुत आयत का वो नाम के द्वारा बहुत आयत का आशीष देने पाए।
യഹോവയുടെ നാമം ബലമുള്ള ഗോപുരമായി തീരട്ടെ. और यहोवा का नाम एक बल प्राप्त किया को प्रभु ने पाया, നമുക്ക് എപ്പോഴും ഓടിച്ചെല്ലുവാനുള്ള കൃപ ദൈവം തരട്ടെ. और प्रभु हमको जब भी हमेशा